and welcome back to my YouTube channel. Okay, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് മീ, മൈസെൽഫ് ആൻഡ് മൈ എവറിത്തിങ്. ഓക്കെ ആദ്യം തന്നെ മൈസെൽഫ് അനീസ എന്നറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് അനീസ എന്നാണ്. എൻ്റെ വീട് വയനാടാണ്, അമ്പലവയൽ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് കാലിക്കറ്റ് നടുവണ്ണൂർ, പേരാമ്പ്രഭാത്ത്. എനിക്കൊരു മോളുണ്ട്, 2 വയസ്സായ ഒരു മോളുണ്ട്. ഓക്കെ, ദെൻ മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. ചെറിയൊരു സ്റ്റഡീസും കാര്യമൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് കോമൻറ്റ്സ്, ഒരുപാട് മെസ്സേജസ് എനിക്ക് വാട്സപ്പിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, അല്ലാണ്ടാവട്ടെ, പേഴ്സണലി ആവട്ടെ, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ പഠിക്കുന്നത്, ഞാനൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പഠിക്കുന്നത്, വാട്ട് ആർ യു ഡൂയിങ്, എന്തിനാണ് പോകുന്നതെന്നൊക്കെ. സോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ബത്തേരി എജുക്കോഡിയ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ് ഞാൻ പഠിക്കുന്നത്. ദുബായ് ബേസ്ഡ് കമ്പനിയാണ് അവർ. വിത്ത് ഇൻറ്റേൺഷിപ്പും ഉണ്ട്, വിത്തൗട്ട് ഇൻറ്റേൺഷിപ്പും ഉണ്ട്. വിത്ത് ഇൻറ്റേൺഷിപ്പ് ഈസ് ബെറ്റർ. ഞാൻ വിത്തൗട്ട് ഇൻറ്റേൺഷിപ്പാണ് എടുത്തത്. എനിക്ക് കുറച്ച് കാര്യങ്ങളിലുകൊണ്ടാണ് വിത്തൗട്ട് ഇൻറ്റേൺഷിപ്പ് എടുത്തത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടിപൊളിയാണ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ അഡ്മിഷൻസ് ക്ലോസ് ആവാൻ, നമ്മുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് കോൺടാക്ട് ദം. അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നി. കാരണം ഞാനിപ്പോൾ ക്ലാസ് പോകാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു 2-3 ഡേയ്സിനുള്ളിൽ ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഇസ് നോട്ട് സ്മോൾ തിങ്. എനിക്കത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് ചോയ്സ് ഫോർ മീ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കോഴ്സ് എടുത്തതിന് ശേഷം. ഓക്കെ, പിന്നെ വന്നിട്ട് ഞാൻ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലായിരുന്നു, ആസ് ഓൾ നോ. കാരണം ഞാൻ യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, എൻ്റെ ജേർണി, ത്രൂ ഔട്ട് ദ ജേർണി നിങ്ങളെല്ലാവരും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് കഴിക്കാത്തതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കുറേ പേര്, ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. എത്ര വെയിറ്റ് കുറഞ്ഞ്, എന്തൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്തിട്ട് വെയിറ്റ് കുറയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ചെയ്തതൊരു പ്രോപ്പർ ഡയറ്റേ അല്ല. എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഞാൻ ആരോടും പറയില്ല. ഓക്കെ, ഞാൻ ചെയ്ത ഡയറ്റ് ഇസ് നോട്ട് പ്രോപ്പർ, അതെനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 1.5 മാസമായിട്ടുണ്ടാവും. ബിക്കോസ് ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സർജറി ഉണ്ടായതുകൊണ്ട് ഞാനൊരു 50 ഡേയ്സിനടുത്തൊരു ബ്രേക്ക് എടുത്തു. അങ്ങനെയാണ് ഞാൻ എല്ലാം കൂടി ഒരു മാസമാക്കിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു മാസത്തിൽ എനിക്ക് വന്ന വെയിറ്റ് ലോസ് ഇസ് 5 kg. ഞാൻ 95 kg ഉള്ള ആളായിരുന്നു. ഇപ്പം ഞാൻ 90 kgയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഡയറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഒരാഴ്ച എനിക്കിഷ്ടമുള്ളതൊക്കെ പോരെയില്ല കേട്ടോ, എന്തോ ആട്ടെ പോരെയുള്ളതൊക്കെ ഒരാഴ്ച നല്ലോണം കഴിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഞാനൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ കുറഞ്ഞത് 5 kgs ആണ്. ഇനി വരുന്ന ആഴ്ചകൾ എന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അത്രയും പ്രോപ്പർ ആയിരുന്നില്ല. എന്നിട്ട് കൂടി ആയിക്കോട്ടെ, വെരി ഗുഡ് റിസൾട്ട്. 5 kgs ഞാൻ കുറഞ്ഞത് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ കുറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഓക്കെ, എനിവേ ഞാൻ വർക്കൗട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതേ പറയാം, ഞാൻ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്തു, പോർഷൻ കൺട്രോൾ ചെയ്തു. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്ത കാര്യം. ആൻഡ് എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കുകയും ചെയ്തിട്ട്, പക്ഷേ ഇതേപോലെ പോർഷൻ കൺട്രോൾ ചെയ്തു. ഷുഗർ ഞാൻ പറ്റ ഒഴിവാക്കി. ദാറ്റ് ഈസ് എ വെരി ബേസിക് തിങ് എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഷുഗർ ഒഴിവാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖം ഒന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ആക്നെ, പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അതൊക്കെ നല്ലോണം കുറഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ക്രീംസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു പ്രൊമോഷൻ വീഡിയോയും അല്ല. ഞാൻ എൻ്റെ ഡയറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇനി ഡയറ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എനിക്കിപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത്. ബസ്സിൽ ഇറങ്ങി എനിക്ക് കുറച്ച് നടക്കാനുണ്ട്. തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എനിക്ക് കുറച്ച് നടക്കാനുണ്ട്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കൊരു 2 months ഒരു വർക്കൗട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മടിയാണ്. ഉള്ളത് പറയുന്നത് ഐ എം സോ ലേസി ടു ഡു വർക്കൗട്ട്സ്. അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് വേറെ വഴിയില്ല, അടുക്കളയുടെ വേറെ വഴിയില്ലല്ലോ. അപ്പം നടക്കണം.
അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റ് കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ സെറ്റിൽഡ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് ടൈം വരുന്നത് 12:30 to 3 ആണ് കേട്ടോ. ഭയങ്കര സുഖമാണ്. മക്കളൊക്കെ ഉള്ളവർക്ക് ഒരു 2-3 hours ഇത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത് തന്നെ. ഓക്കെ, നമ്മൾ കോഴ്സ് അല്ലല്ലേ, വെയിറ്റ് ലോസ് അല്ലേ. യെസ്, അപ്പോൾ ഇത്രയാണ് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി. എനിക്ക് സംഭവിച്ചത് 95 to 90 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇനിയിപ്പം ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട്, കമ്മിങ് വീക്ക് തൊട്ടിട്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ, ഒന്ന് പ്രോപ്പറായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഞാനൊരു പ്രോപ്പർ ഡയറ്റ് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 7 to 8 kg ഞാൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം ഞാനിങ്ങനെ ഉടായ്പ കാണിച്ചിട്ട് 5 kg കുറഞ്ഞു. അപ്പോൾ ഉടായ്പ കാണിക്കാണ്ട് പ്രോപ്പർ ആയിക്കണമെങ്കിൽ ഞാൻ എന്തായാലും ഒരു 7 to 8 kg കുറയും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പം അടുത്തത് എൻ്റെ ഒരു ചാലഞ്ചാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചു തരും എൻ്റെ ചാലഞ്ച്. ത്രൂ ഔട്ട് ദ ചാലഞ്ച് നിങ്ങളെല്ലാവരും ഉണ്ടാവും ചെയ്യും. പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ യെസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അതേപോലെ ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ട് വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ, എൻ്റെ വെയിറ്റ് ലോസ് ജേർണിക്ക് എൻ്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് DM ചെയ്താൽ മതി. നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ലോസ് ചെയ്യാം. യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.